ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദ എക്സ്പ്രസ് എന്നുള്ള സ്റ്റീഫൻ സ്പെൻഡർ എഴുതിയിട്ടുള്ള ഒരു പോമിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കതിൻ്റെ ഒരു ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ദ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സംതിങ് റിലേറ്റഡ് ടു ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോമിൽ പറയുന്നത് നമുക്ക് ടൈറ്റിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. The Express is a poem that explores the themes of isolation, disconnection, and the search for meaning in a modern industrialized world. അപ്പോൾ ദ എക്സ്പ്രസ് എന്നുള്ള കവിത കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസൊലേഷൻ, നമുക്ക് എന്താ പറയുക, ഏകാന്തത, ഒറ്റപ്പെടൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഡിസ്കണക്ഷൻ, പല ബന്ധങ്ങളിലെയും എന്താ പറയുക, പല വ്യക്തികൾ തമ്മിലുള്ള പല ബന്ധങ്ങളിലുള്ള കണക്ഷൻ വിട്ടുപോകുന്ന ഒരവസ്ഥ. ആൻഡ് ദ സെർച്ച് ഫോർ മീനിങ് ഇൻ എ മോഡേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ്, മോഡേൺ ആയിട്ടുള്ള അതേപോലെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിൽ അർത്ഥത്തിന് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദ പോം ഡിസ്ക്രൈബ്സ് എ ട്രെയിൻ ജേർണി വേർ ദ സ്പീക്കർ ഫീൽസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദി നാച്ചുറൽ വേൾഡ് ആൻഡ് ദ പീപ്പിൾ അറൗണ്ട് ഹിം. അപ്പോൾ ഈ പോമിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ ജേർണിയെ കുറിച്ച്, ഒരു ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിൻ പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ വേൾഡിൽ നിന്നും, സാധാരണ നമ്മുടെ ചുറ്റുപാടുള്ള ലോകം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് മനുഷ്യൻ ഡിസ്കണക്റ്റഡ് ആവുന്നത്, അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ മാറുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ദ ട്രെയിൻ സിംബലൈസിങ് മോഡേണിറ്റി ആൻഡ് പ്രോഗ്രസ് സ്പീഡ്സ് ത്രൂ ദ ലാൻഡ്സ്കേപ്പ് ലീവിംഗ് ദ സ്പീക്കർ ഫീലിംഗ് ഐസൊലേറ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ്. അപ്പോൾ ആ ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയും ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്പീക്കർ എങ്ങനെയാണ് അവിടെ ഒരു ഏകാന്തത അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള മനുഷ്യന്മാരുമായിട്ടോ ജീവജാലങ്ങളായിട്ടോ ഒക്കെ ഡിസ്കണക്റ്റഡ് ആയിട്ട് ആ ഒരു ട്രെയിനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അതിന് ആ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സും സൗണ്ട്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ മാറ്റമാണ് അവിടെ കാണാനായിട്ട് നമുക്ക് പറ്റണം. The poem ultimately suggests that true connection and understanding can only be achieved by slowing down and appreciating the beauty of the natural world. അപ്പോൾ ഈ കവിത കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ള പ്രകൃതി, നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ചുറ്റുപാടുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ, അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുക. അതിപ്പോൾ മനുഷ്യരായിക്കോട്ടെ, അവരുടെ ഗുഡ് ക്വാളിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജീവജാലങ്ങളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഒരു ടൈം നമ്മൾ കൊടുത്തിട്ട് ണ്ടെങ്കിൽ അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതിന് സാധിക്കാതെ പോയൊരു വ്യക്തിയാണ് നമ്മുടെ ഈ കവിതയിൽ സ്പീക്കറായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കവിതയിലോട്ട് പോകാം. ദ എക്സ്പ്രസ് ബൈ സ്റ്റീഫൻ സ്പെൻഡർ. After the first powerful plain manifesto, the black statement of pistons, without more fuss but gliding like a queen, she leaves the station. ആരൊരാൾ സ്റ്റേഷൻ വിട്ടു പോകണമെന്ന് നമുക്ക് മനസ്സിലായില്ല, ആരായിരിക്കും? ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ട് രംഗത്ത് വരുന്ന ആൾ നമ്മുടെ ട്രെയിനാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇത്രേ ഉള്ളൂ. ആഫ്റ്റർ ദ ഫസ്റ്റ് പവർഫുൾ പ്ലെയിൻ മാനിഫെസ്റ്റോ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം തോന്നുന്നു, ഒന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നമുക്കൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുമല്ലോ, ട്രെയിൻ വരുമ്പോഴും പോകുമ്പോഴൊക്കെ. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ ബ്ലാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെയിനിനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷം എന്ത് ചെയ്യാണ്, നമ്മുടെ ട്രെയിൻ എന്ത് ചെയ്യുന്നു, വിത്തൗട്ട് മോർ ഫസ് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വറി എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ചുറ്റുപാട് നടക്കുന്നവരെ കുറിച്ചൊന്നും വലിയ മൈൻഡ് ഇല്ലാതെ നമ്മൾ ആ ട്രെയിൻ എന്നുള്ളതിലുപരി ഒരു മനുഷ്യൻ്റെ രൂപം ആ ട്രെയിനിന് നിങ്ങൾ മനസ്സിൽ കൊടുക്കുക കേട്ടോ. ആരുടെ ഏത് തരത്തിലുള്ള മനുഷ്യനെന്ന് നമ്മുടെ അടുത്ത വരികളിൽ പറയുന്നുണ്ട്. ഒരു രാജകുമാരിയെ പോലെ എന്നാണ് പറയുന്നത്, ഒരു ക്വീനിനെ പോലെ, റാണിയെ പോലെ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യ പരിവേഷം നിങ്ങൾ അവിടെ എന്ത് കൊടുക്കണം, ട്രെയിനിന് കൊടുക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു ട്രെയിൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്, അവിടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടെ പാസ് ചെയ്ത് വരുന്നുണ്ട്. ആളാരെയും മൈൻഡ് ചെയ്യുന്നില്ല, ചുറ്റും അപ്പുറത്തും പുറത്തും പല ആളുകളുണ്ടായിക്കോട്ടെ, എനിക്കതൊന്നും ഐ ഡോണ്ട് കെയർ എന്നുള്ള രീതിക്ക് ഭയങ്കര ഡിമാൻഡ് ഇട്ടിട്ട് ആ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യണതായിട്ട് കൺസിഡർ ചെയ്യുക. ബട്ട് ഗ്ലൈഡിങ് ലൈക്ക് എ ക്വീൻ, അവിടെയുള്ള ആരെയും മൈൻഡ് ചെയ്യാതെ ഒരു ക്വീനിനെ പോലെ, ഇപ്പോൾ ഒരു റാണി പോവുകയാണെങ്കിൽ റാണി ഇപ്പോൾ ചുറ്റുപാടുള്ള ആളുകളെ മുഴുവൻ നോക്കിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വീനിനെ പോലെ ഇങ്ങനെ ഒഴുകി അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്ന പോലെ വളരെ നല്ലൊരു മൂമെൻറ്റിൽ എന്ത് ചെയ്യാണ്, അവളിങ്ങനെ പോവുകയാണെന്ന് പറയുന്നത്. ഷീ ലീവ്സ് ദ സ്റ്റേഷൻ, അവൾ ആ സ്റ്റേഷൻ വിട്ടു പോയി. അപ്പോൾ ഈ അവൾ ആരാണ്, നമ്മുടെ ട്രെയിനാണ്. വിതൗട്ട് ബോയിങ് ആൻഡ് വിത്ത് റിസ്ട്രെയിൻ അൺകൺസേൺ. അപ്പോൾ നമുക്കറിയാം ക്വീനിനെ പോലെ എന്താ പറയണം. അപ്പോൾ ക്വീനിന് എന്തിൻ്റെ ആവശ്യമില്ല, ആരുടെയും മുന്നിൽ ബോ ചെയ്യേണ്ട കാര്യമില്ല. ബോ എന്ന് പറഞ്ഞാൽ എന്താ, തല കുനിക്കുക എന്ന് പറയും നമ്മൾ. അതായത് നമ്മൾ എന്താ റെസ്പെക്ട് കാണിക്കാൻ വേണ്ടി തല കുനിക്കുമല്ലോ, സെയിം സംഭവമാണ്. വിത്തൗട്ട് ബോയിങ്, ഇപ്പോൾ ആരുടെയും മുന്നിൽ യാതൊരു എന്താ പറയുക, തല കുനിക്കുക അല്ലെങ്കിൽ എന്താ പറയുക മുതുക് വളയ്ക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല, ആരുടെ മുന്നിൽ റെസ്പെക്ട് കാണിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഷീ ഈസ് എ ക്വീൻ. ആൻഡ് വിത്ത് റിസ്ട്രെയിൻ അൺകൺസേൺ, അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ചൊന്നും ഒരു കൺസേണും ഇല്ല, അതായത് ആരെയും കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ആൾക്ക് വരുന്നില്ല.
ഷീ പാസസ് ദ ഹൗസസ് വിച്ച് ഹംബ്ലി ക്രൗഡ് ഔട്ട്സൈഡ്. അങ്ങനെ ചുറ്റുപാടും എന്താ പറയുക, നമുക്കറിയാം ട്രെയിനിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ വീടുകളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ അത്തരത്തിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ എന്ത് ചെയ്യണം, അവളങ്ങനെ പാസ് ചെയ്ത് പോവാണ്. ദ ഗ്യാസ് വർക്ക്സ് ആൻഡ് അറ്റ് ലാസ്റ്റ് ദ ഹെവി പേജ് ഓഫ് ഡെത്ത് പ്രിന്റഡ് ബൈ ഗ്രേവ് സ്റ്റോൺസ് ഇൻ ദ സിമെട്രി. അപ്പോൾ എന്താണ് ഗ്യാസ് വർക്ക്സും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ ലാസ്റ്റ് പറയുന്ന ഹെവി പേജ് ഓഫ് ഡെത്ത് പ്രിന്റഡ് ബൈ ഗ്രേവ് സ്റ്റോൺസ് ഇൻ ദ സിമെട്രി എന്നുകൊണ്ട് ഉദ്ദേശിച്ച സിമെട്രി തന്നെയാണ് നമ്മൾ സെമിത്തേരി ശവക്കല്ലറകളൊക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഹെവി പേജ് ഓഫ് ഡെത്ത്, ആ ഒരു മരണത്തിൻ്റെ നല്ല വെയിറ്റ് ഉള്ള ആ ഒരു പേജ്, അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്, അത് സെമിത്തേരിയാണ് ഉദ്ദേശിക്കുന്നത്. പ്രിന്റഡ് ബൈ ഗ്രേവ് സ്റ്റോൺസ്, അവിടെ എന്താ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഗ്രേവ് സ്റ്റോൺസ് ആണ്, ശവക്കല്ലറകളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒക്കെയും ഇടയിൽ കൂടെ എന്ത് ചെയ്യണം, ആൾ ഭയങ്കര കൂളായിട്ട് പാസ് ചെയ്ത് പോവുകയാണ്. ബിയോണ്ട് ദ ടൗൺ ദർ ലൈസ് ദ ഓപ്പൺ കൺട്രി. അങ്ങനെ ടൗണും കടന്ന് അവിടെ ഓപ്പൺ കൺട്രിയിലേക്ക് എത്തുന്നുണ്ട്. ഗാദറിങ് സ്പീഡ്, അവിടെ എത്തുമ്പോഴേക്കും ഒന്നും കൂടെ സ്പീഡ് കൂടണം. നമുക്കറിയാം ട്രെയിൻ പല പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ പല സ്പീഡായിരിക്കും. അങ്ങനെ കുറച്ചും കൂടി തുറന്ന സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് എന്താവാണ്, ആൾ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടുകയാണ്. ഷി അക്വയർസ് മിസ്റ്ററി, ആ ഒരു പോക്ക് കണ്ട ഭയങ്കര നിഗൂഢതകളുള്ള പോലെ നമുക്ക് ഫീൽ ആവും. ദ luminous സെൽഫ് പൊസഷൻ ഓഫ് ഷിപ്സ് ഓൺ ഓഷ്യൻ, എന്തുപോലെ തോന്നുക, ഒരു സമുദ്രത്തിൻ്റെ മേലെ ഷിപ്പുകളൊക്കെ കീഴിലുള്ള ഒരു അവകാശം പോലെ, അത്രയും ഭയങ്കര അടിപൊളിയായിട്ട് ഒരു എലഗൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രെയിൻ ആ ഒരു കൺട്രിയിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നൗ ഷി ബിഗിൻസ് ടു സിങ്. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ആൾ പാട്ട് പാടാൻ തുടങ്ങുകയാണ്. എന്തായിരിക്കും പാട്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അറ്റ് ഫസ്റ്റ് ക്വയറ്റ്, ഇപ്പോൾ ഇവിടേക്ക് ഒരു പേഴ്സോണിഫിക്കേഷനാണ് കൊടുക്കണം, മനുഷ്യൻ്റെ പരിവേഷമാണ് എന്ത് ചെയ്യുന്നത്, ട്രെയിനിന് കൊടുക്കുന്നത്. അറ്റ് ഫസ്റ്റ് ക്വയറ്റ് ലോ, ആദ്യം അവളെങ്ങനെ പാടണം, വളരെ സ്ലോ ആയിട്ടാണ് അല്ലെങ്കിൽ ലോ ആയിട്ടാണ്, ദെൻ ലൗഡ്, പിന്നെ സൗണ്ട് കൂടുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് വിത്ത് ജാസി മാഡ്നസ്, അവസാനം എപ്പോഴേക്കും ഒരു എന്താ പറയുക, ഒരു മാഡ്നസ് പോലെ നല്ല ഒച്ചത്തിലാണ് ശബ്ദം കേൾക്കണം. ദ സോങ് ഓഫ് എ വിസിൽ സ്ക്രീമിങ് അറ്റ് കേഴ്സ്, അപ്പോൾ ആ ഒരു വിസിലിൻ്റെ സൗണ്ടും അതേപോലെ കേൾക്കുന്നുണ്ട്. ആ ഒരു കേഴ്സ് വളവും തിരിവൊക്കെ എത്തുന്ന സമയത്ത്. ഓഫ് ഡെഫനിങ് ടണൽസ്, അതേപോലെ ടണലുകളിലൊക്കെ എത്തുമ്പോഴൊക്കെ നമുക്ക് കാതടപ്പിക്കുന്ന തരത്തിൽ ആ ഒരു വിസിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ബ്രേക്സ് ഇന്യൂമറബിൾ ബോൾസ്, അതേപോലെ ബ്രേക്ക് ചെയ്യുന്ന ടൈമിലും അതേപോലെ തന്നെ ബോൾസ്, അപ്പോൾ ടയറിൻ്റെ ആയിക്കോട്ടെ അല്ലാതെ വീലിൻ്റെ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഏത് ഭാഗത്ത് ബോൾട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള ശബ്ദങ്ങൾ പല കേഴ്സിലെത്തുമ്പോഴും ടണൽസിലെത്തുമ്പോഴും ഒക്കെ കേൾക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു സോങ് ആയിട്ട് മ്യൂസിക് ആയിട്ടാണ് നമ്മുടെ സ്പീക്കർക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഓൾവേസ് ലൈറ്റ് ഏരിയൽ അണ്ടർനീത്ത് ഗോസ് ദ എലൈറ്റ് മീറ്റർ ഓഫ് ഹർ വീൽസ്, അതേപോലെ തന്നെ എന്താണ് ഇപ്പോഴും വളരെ ലൈറ്റായിട്ട്, അതേപോലെ തന്നെ ഭയങ്കര ഏരിയലായിട്ട് അല്ലെങ്കിൽ അണ്ടർനീത്ത് ഗോസ് ദ എലൈറ്റ് മീറ്റർ ഓഫ് ഹർ വീൽസ് എന്നാണ് പറയുന്നത്. ആ ഒരു വീലിൻ്റെ സൗണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഭയങ്കര എന്താ പറയുക, റിതമിക്കായിട്ടാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. അതൊന്നും നമുക്കൊരു കരകരപ്പ് പോലെ അല്ലെങ്കിൽ കാതടപ്പിക്കുന്ന പോലെ ഒന്നുമല്ല. അദ്ദേഹം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ചുറ്റുപാടുള്ള മനുഷ്യന്മാരെ പ്രകൃതിയുടെ ഒന്നും ശബ്ദമല്ല, ജസ്റ്റ് ആ ഒരു മെറ്റാലിക് ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ട്രെയിനിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെയോ ഒക്കെ നമുക്കൊരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്നാണ് ഇവിടെ പറയണം. Steaming through metal landscapes on her lines, she plunges new eras of wild happiness. അങ്ങനെ അവൾ എങ്ങോട്ട് എത്തുകയാണ്, പുതിയ ഇറകളിലേക്ക് അല്ലെങ്കിൽ പുതിയ കാലങ്ങളിലേക്ക് അവളിങ്ങനെ മുങ്ങി പോവുകയാണ് എന്നാണ് പറയുന്നത്. ഒരു വൈൽഡ് ഹാപ്പിനെസ്, ഇത്തരത്തിൽ പുതിയ ലാൻഡ്സ്കേപ്പുകളിലും പുതിയ സ്ഥലങ്ങളിലൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ അവൾക്ക് ഫീൽ ചെയ്യുന്നൊരു വൈൽഡ് ഹാപ്പിനെസ് ആണ്, വന്യമായൊരു സന്തോഷമാണ്. സ്പീഡ് ത്രോസ് അപ്പ് സ്ട്രേഞ്ച് ഷേപ്സ്, ആ സ്പീഡിൽ ഇങ്ങനെ പോണ സമയത്ത് പല ഷേപ്പുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ബ്രോഡ് കേഴ്സ്, പല കേഴ്സ്, വളവുകളും തിരിവുകളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് പാരലൽസ് ക്ലീൻ ലൈക്ക് ദ സ്റ്റീൽ ഓഫ് ഗൺസ്, അതേപോലെ തന്നെ പാരലൽസ് ഗണ്ണിൻ്റെ സ്റ്റീല് പോലെ ക്ലീൻ ചെയ്യുന്നു എന്നാണ് പറയണത്. അപ്പോൾ പാരലൽസ് എന്തായിരിക്കും, ആ ഒരു റെയിലിനെയാണ്, റെയിൽവേ പാളം പറയുമല്ലോ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയം നമുക്ക് എന്ത് ഫീൽ ചെയ്യണം, ആ ഒരു ഗണ്ണിനെ ഇങ്ങനെ തേച്ച് മിനുക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ആ വീൽ ആ ഒരു പാരലൽസിൻ്റെ മേലെ കൂടെ അല്ലെങ്കിൽ ആ ഒരു റെയിലിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോകുന്നത്. അറ്റ് ലാസ്റ്റ് ഫർദർ ദാൻ എഡിൻബർഗ് ഓർ റോം, അപ്പോൾ അങ്ങനെ അവസാനം എവിടേക്ക് എത്തുകയാണ്, എഡിൻബർഗും റോമും ഒക്കെ കടന്നിട്ട് ബിയോണ്ട് ദ ക്രസ്റ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ ഒരു ക്രസ്റ്റിൻ്റെ അപ്പുറത്തേക്ക്. അതൊക്കെ ഒരു ഇമാജിനേഷനാണ്, നമുക്കറിയാം ലോകത്തിൻ്റെ ക്രസ്റ്റ് കടന്നിട്ടൊന്നും നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതും കടന്നിട്ട് എന്ത് ചെയ്യാണ്, ഷി റീച്ചസ് നൈറ്റ്, അങ്ങനെ ആ ഒരു രാത്രിയിലേക്ക് അല്ലെങ്കിൽ പുതിയ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഓൺലി എ ലോ സ്റ്റീം ലൈൻ ബ്രൈറ്റ്നെസ് ഓഫ് ഫോസ്ഫറസ് ഓൺ ദി ടോസിംഗ് ഹിൽസ് ഇസ് വൈറ്റ്, അവിടെ എന്ത് മാത്രമേ കാണുന്നുള്ളൂ, രാത്രി ആയതുകൊണ്ട് തന്നെ വളരെ നേരിയ രീതിയിലുള്ള വെളിച്ചങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. ലൈക്ക് എ കോമറ്റ് ത്രൂ ഫ്ലെയിം.
ഷീ മൂവ്സ് എൻട്രാൻസ്ഡ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു കോവറ്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്നാ പറയുന്നത്. ഒരു എന്താ പറയുക, ധൂമകേതു പോകുന്ന പോലെ അല്ലെങ്കിൽ വാൽനക്ഷത്രം പോകുന്ന പോലെ എന്നൊക്കെ പറയില്ലേ, ചെറുതായിട്ടൊരു ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി പോകുന്നത് പോലെ അത്തരത്തിലാണ് എന്തിനെ ഫീൽ ചെയ്യുന്നത്, ഷീ മൂവ്സ്. ആ ഒരു രീതിക്കാണ് അവളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്ലെയിമും കാണുന്നുണ്ട്, അതേപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും, ഇരുട്ടിൽ ആ ഒരു ഫ്ലെയിം പോകുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അതൊരു വാൽനക്ഷത്രമോ ധൂമകേതു ഒക്കെയാണെന്ന്. റാപ്ഡ് ഇൻ ഹർ മ്യൂസിക്, നോ ബേർഡ് സോങ്. അതേപോലെ തന്നെ എന്താണ്, യാതൊരു തരത്തിലുള്ള എന്താ പറയുക പക്ഷികളുടെ ശബ്ദമോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നോർ ബാവ് ബ്രേക്കിംഗ് വിത്ത് ഹണി ബഡ്സ് ബ്രേക്ക് ചെയ്യുന്ന മരച്ചില്ലകൾ, അതായത് മരച്ചില്ലകളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ വേറെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഷോൾ എവർ ഈക്വൽ. അവളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ മ്യൂസിക്കിൻ്റെ മുന്നിൽ അതൊന്നും ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. കാരണം പക്ഷിയുടെ ആയിക്കോട്ടെ മൃഗങ്ങളുടെ ആയിക്കോട്ടെ പ്രകൃതിയിലെ മറ്റെന്ത് നമുക്കൊക്കെ അതൊക്കെ ആയിരിക്കും കൂടുതൽ രസമുള്ളത് അല്ലേ. എപ്പോഴും ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കാൻ നമുക്ക് വല്ല ആഗ്രഹം ഉണ്ടാവുമോ, ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് പ്രകൃതിയോ അല്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ ആയിട്ടുള്ള ബന്ധത്തിനെക്കാട്ടിലൊക്കെ നല്ലത് എന്താണ്, ഈ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. അത് ആ മനുഷ്യൻ്റെ മാറി വരുന്ന ചിന്താഗതിയാണ് കാണിക്കണത്. ആ ഒരു മാനുഷിക മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ കണക്ഷൻസിന്, ഫാമിലിക്ക് അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് ഒക്കെ യാതൊരു വിലയില്ലാതെ ഇത്തരത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആയിക്കോട്ടെ ഇതിൽ മോഡേൺ വേൾഡിൻ്റെ പുതിയ പുതിയ ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ ടെക്നോളജിയിലേക്ക് എന്താ പറയുക ഇറങ്ങി ചെല്ലുന്ന ആ ഒരു മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കൂടെ കാണാനായിട്ട് സാധിക്കണം കേട്ടോ. ആ ഒരു ട്രെയിനിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് മോഡേണൈസേഷനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമായിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന പോയിന്റ്സ്. കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്